ഹലോ, ഞങ്ങൾ ഒരു 4 ദിവസത്തെ പാക്കേജ് ടൂറിനാണ് പോയത്. ഒരു ദിവസത്തെ യാത്ര പഹൽഗാമിലേക്കായിരുന്നു. പഹൽഗാമിൽ 1-ാം ദിവസത്തെ പാർട്ട് 1 ആയിട്ട് വിവരിക്കാം. ബാക്കി 3 ദിവസത്തേത് പിന്നാലെ വരും. പാട്ടായിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. 1-ാം ദിവസം ഞങ്ങൾ പഹൽഗാം ഗ്രാമത്തിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റൂമിൽ നിന്ന് വേറെ വണ്ടി എടുത്ത് കാറിലാണ് ഞങ്ങൾ പോയത്. കുതിരപ്പുറത്തും പോകാം, കഴുതപ്പുറത്തും പോകാം. പക്ഷെ ഞങ്ങൾ കാറിലിരുന്നു. അതിൽ തന്നെ ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചുറ്റും ചെറിയ ചെറിയ കടകളും ഇതൊക്കെയാണ്. ഗ്രാമത്തിലേക്കാണല്ലോ പോയത്. പട്ടണത്തിലാണ് വലിയ വലിയ കടകളും കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത്. ഗ്രാമപ്രദേശത്തൂടെ ഇങ്ങനെ കുറേ യാത്ര ചെയ്ത് കടുക് കുങ്കുമപ്പൂ തോട്ടമൊക്കെ കണ്ട് കുറേ ചെന്ന് കഴിഞ്ഞ് നമുക്ക് കുങ്കുമപ്പൂവിൻ്റെയും കടുകിൻ്റെയൊക്കെ തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരമുണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചുറ്റും മഞ്ഞുമലകളാണ്. മഞ്ഞുമലകളും ഒക്കെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കടുക് തോട്ടത്തിലും കുങ്കുമത്തോട്ടമൊക്കെ കണ്ടു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചെമ്മരിയാടിനെയൊക്കെ കണ്ട് ആട്ടിൻ കൂട്ടങ്ങളെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സാവകാശം പഹൽഗാമിലേക്ക് യാത്ര വീണ്ടും തിരിച്ചു. പോകുന്ന വഴിക്ക് ആപ്പിൾ വാലി കണ്ടു. ആപ്പിൾ വാലിയിൽ പക്ഷെ പിറ്റേ ദിവസം പോകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആപ്പിൾ വാലി കണ്ടേ ഉള്ളൂ. അതുവഴിയാണ് ഞങ്ങൾ പോയത് പഹൽഗാമിലേക്ക്. അപ്പോൾ അവിടുത്തെ കർഷകരാണ് അധികവും. കർഷകർ ചെമ്മരിയാട്ടുകളെ വളർത്തും. ഇതുപോലെ കടുക് കുങ്കുമപ്പൂ ഒക്കെ കൃഷി ചെയ്യും. അതൊക്കെയാണ് അവരുടെ വരുമാന മാർഗം. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും പോയി കണ്ടാൽ നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ താലി മീൽസാണ് കഴിച്ചത്. ചോറ്, ചപ്പാത്തി, വെജ് കറികളായിരുന്നു എല്ലാം. അത് കഴിച്ച് വീണ്ടും ഞങ്ങൾ പഹൽഗാമിലേക്ക് തന്നെ തിരിച്ച് യാത്ര തിരിച്ചു. അവിടെ ഐസ് മലയൊക്കെയാണ്. ഐസ് മല കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഐസ് മല കാണാനായിട്ട് പോയി പഹൽഗാം ഗ്രാമത്തിൽ എത്തിയെങ്കിലും ഭയങ്കര തണുപ്പുകൊണ്ട് സഹിക്കാൻ പറ്റണില്ല. അതുപോലെ തണുപ്പാണ്. ഗ്ലൗസൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ കുറച്ച് നേരമൊക്കെ ഗ്രാമപ്രദേശത്ത് നിന്ന് വീണ്ടും ചൂട് ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഇതുപോലെ 3 മണിക്കൂർ യാത്ര തിരിച്ചുണ്ട് റൂമിലേക്ക്. ആ 3 മണിക്കൂറും ബസ്സിൽ തന്നെ കാറിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ വീണ്ടും ആ പ്രകൃതി ഭംഗി തന്നെ റിട്ടേൺ ട്രിപ്പിൽ കണ്ടു. ഇതാണ് ആപ്പിൾ വാലിയുടെ ഒരു സൈഡ്സ്. അപ്പം അവിടെ ആപ്പിളിൻ്റെ സീസണല്ല, പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ. ആപ്പിൾ എല്ലാം പൂത്ത് നിൽപ്പുണ്ട്. വെള്ളപ്പൂക്കളാണ്. 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ആ പൂവെല്ലാം പഴുത്ത് ആപ്പിളാവും. അപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നും കാണാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ റൂമിൽ 8:30 ആയിട്ടാണ്, രാത്രി 8:30 ആയിട്ടാണ് തിരിച്ചെത്തിയത്. തിരിച്ചെത്തി ഫ്രഷായിട്ട് ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി, പിറ്റേടിക്ക് വേണ്ടി ഫ്രഷ് ആകാനായിട്ട്. അപ്പോൾ 1-ാമത്തെ ദിവസത്തെ വിവരണം ഇത്രയേ ഉള്ളൂ. 2-ാമത്തെ ദിവസത്തെ വിവരണം വേറെ ഒരു പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.